ഇത് നമ്മൾ ശ്രീലങ്കൻ്റെ ഒരു പുതിയ വെറൈറ്റി ഇപ്പോൾ നമ്മൾ ഇറങ്ങിയതാണല്ലോ. ശ്രീലങ്കൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഇതുണ്ടോ ശ്രീലങ്കൻ്റെ തെങ്ങാണ്. ഈ ശ്രീലങ്കൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചെള്ളിൻ്റെ ഒരു ശല്യം വരുന്നില്ല. പിന്നെ ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ്. ഒരു 3.5 വർഷം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം കായ പിടിക്കാൻ. എന്നാൽ റിസൾട്ട് പക്കയാണ്. ഇതൊക്കെ നേരത്തെ വലിയ റേറ്റിന് കൊടുത്തിരുന്ന പ്ലാന്റുകളാണ്. ഇപ്പോൾ ഇത് നമ്മൾ 600 റുപ്യ കൊടുക്കാൻ പറ്റും നമുക്ക്. കൊടുക്കാം. 600 റുപ്യ നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാണ്ടാവോ? ഹോൾസെയിലായിട്ട് കൊടുക്കാം. ഹോൾസെയിലായിട്ട് നമുക്ക് മുൻകൂട്ടി നമുക്ക് ഓർഡർ തരാമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനം എത്തിച്ചു കൊടുക്കാം. ഹോൾസെയിലായിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല, റീറ്റെയിൽ റീറ്റെയിലായിട്ട് നമുക്ക് എന്തായാലും 600 റുപ്യ കൊടുക്കാം. ഹോൾസെയിൽ റേറ്റ് തന്നെ അപ്പോൾ നമുക്ക് അതിനൊരു ഒരു മാറ്റം വരുത്തി ചെയ്യാൻ പറ്റും. ഹോൾസെയിലായിട്ട് ചെയ്യുമ്പോൾ ഒരു മാറ്റം വരുത്തി ചെയ്യാൻ പറ്റും. ഓക്കെ. തെങ്ങിൻ തൈകൾ പിന്നെ വേറെ ഇതാ ടീൻറ്റുടി ഇതാ ടീൻറ്റുടി എന്ന് പറയുന്ന വർഗ്ഗത്തിൽപ്പെട്ടതാണിത്. ടീൻറ്റുടി അതെങ്ങനെ റേറ്റ് തന്നെ? ഇത് നമ്മളിപ്പോൾ 300 റുപ്യക്കാണ് കൊടുക്കുന്നത്. ഇതപ്പോൾ 250 റുപ്യ കൊടുക്കാൻ പറ്റും. ഓക്കെ. 250 റുപ്യക്ക് അത് ഒട്ടേറെ നല്ല പ്ലാന്റുകളുണ്ട് കേട്ടോ. ഇതണ്ട ഇതൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പ്ലാന്റുകളാണ്, തൈകളുണ്ട്. അത് നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. കുറേ സ്റ്റോക്കുകളുണ്ട്. ഇപ്പോൾ സ്ഥലപരിമിതി കാരണം നമ്മളിവിടെ കുറച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്.